നയൻതാര ധനുഷിന്റെ കുടുംബജീവിതം കലക്കി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നയൻതാരയും ധനുഷും തമ്മിൽ ഈ ഡോക്യുമെന്ററിയുടെ വിഷയത്തിൽ മാത്രമല്ല വളരെ മുമ്പേ തന്നെ തർക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കുകയാണ് അന്തനൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബർ. അയാൾ പറയുന്നു, അയാൾ തന്നെയാണ് ധനുഷിൻ്റെയും നയൻതാരയുടെയും വിഷയത്തിൽ, ഈ കോപ്പിറൈറ്റ് വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. നയൻതാരയ്ക്കാണ് അപകടം സംഭവിച്ചത്, നയൻതാരയാണ് ധനുഷിനെ ചീറ്റ് ചെയ്തത് എന്ന് അന്തനൻ തന്നെയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, നയൻതാരയും ധനുഷും വളരെ നല്ല അടുപ്പത്തിലുള്ള ചങ്ങാതിമാരായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോഴാണ് നാനും റൗഡിതാൻ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണം ധനുഷ് ഏറ്റെടുക്കുന്നത്, വിജയ് സേതുപതി നായകനായി എത്തുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമായിരുന്ന വിഘ്നേഷ് ശിവ ആ സിനിമയുടെ സ്വതന്ത്ര സംവിധായകനായി, വിഘ്നേഷ് ശിവയുടെ ആദ്യ ചിത്രമായിരുന്നു നാനും റൗഡിതാൻ, ആ ചിത്രത്തിൽ എത്തുന്നത്. വിഘ്നേഷ് ശിവയും നയൻതാരയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് ആ സെറ്റിൽ വെച്ചാണ്. അവരുടെ പ്രണയ കാര്യങ്ങളൊക്കെ ധനുഷ് യഥാസമയം സെറ്റിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നു. ധനുഷിന് അത് തീരെ ഇഷ്ടമായിരുന്നില്ല. മറ്റൊന്നുമല്ല, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിൽ നിന്ന് ആദ്യ സിനിമ ചെയ്യുമ്പോൾ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലിരിക്കുന്ന നയൻതാരയെ പ്രണയിക്കുക, അവരുമായിട്ട് പ്രണയത്തിലാകുക എന്ന് പറയുന്നത് ധനുഷിന് അത്ര ദഹിക്കുന്ന കാര്യമായിരുന്നില്ല. പ്രണയം ആർക്കും ആരോടുമാകാം, അതിനൊന്നും എതിർപ്പില്ല. പക്ഷേ തൻ്റെ സെറ്റിൽ 6 കോടി രൂപയ്ക്ക് തീർക്കേണ്ട സിനിമ 10 കോടി രൂപ കൂടി അധികം ചെലവഴിക്കേണ്ടി വന്നു. അതിൽ വിജയ് സേതുപതി 1 രൂപ പോലും വാങ്ങാതെ, പ്രതിഫലം വാങ്ങാതെയാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചത് എന്നുകൂടി അന്തനൻ പറഞ്ഞു വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ചീറ്റിങ്ങിൻ്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നത്. 6 കോടി രൂപയ്ക്ക് തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിഘ്നേഷ് ശിവ ആ സിനിമയ്ക്ക് കരാർ ഏർപ്പെടുന്നത്. പിന്നീട് ഇവർ പലപ്പോഴും കാരവാനകത്തിരുന്ന പ്രണയസല്ലാപത്തിൽ ആകുകയും സെറ്റിൽ മറ്റാളുകളൊക്കെ ഇവരെ കാത്തിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പടത്തിൻ്റെ ഷൂട്ട് നീണ്ടുപോയി. അതിൽ അവസാനം ഒരു പാട്ടരംഗം ചിത്രീകരിക്കുമ്പോൾ ധനുഷ് നയൻതാരയോട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ, എനിക്ക് പറ്റത്തില്ല, കാരണം ഞാനിത് ചെലവഴിച്ച് മുടിയാറായി, അതുകൊണ്ട് ഇനി എനിക്ക് പറ്റില്ല. അങ്ങനെ നയൻതാരയുടെ കാശും ആ പടത്തിലെ പാട്ടിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അന്തനൻ പറഞ്ഞു വെക്കുന്നത്. നയൻതാരയുടെ ഇടപെടൽ കാരണമാണ്, നയൻതാരയും ധനുഷും തമ്മിലുള്ള അടുപ്പമാണ് ധനുഷിൻ്റെ കുടുംബജീവിതം രജനീകാന്തുമായിട്ടുള്ള വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതിന് വരെ കാരണമായതെന്നും അന്തനൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്നറിയില്ല, ഇത് വെറും ഗോസിപ്പാണോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നയൻതാര 3 സെക്കൻഡ് ദൃശ്യങ്ങളാണ് ആ സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ആ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും സിനിമയുടെ പാട്ടിൽ നിന്നും എടുത്തിട്ടുള്ളത് വെറും 3 സെക്കൻഡ് വീഡിയോയാണ്. അതിനാണ് 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചത്. അതിനും ഒരു കഥയുണ്ട്. നയൻതാരയും ധനുഷും തമ്മിൽ നല്ല ചങ്ങാത്തത്തിലാണല്ലോ. സ്വാഭാവികമായും നയൻതാര ചെയ്യേണ്ടത് ധനുഷിനോട് നേരിട്ട് ചോദിച്ചാൽ പോരായിരുന്നു. നയൻതാര എന്ത് ചെയ്തു? നയൻതാര ഒഫീഷ്യലായി ധനുഷിൻ്റെ മാനേജറെ വിളിച്ചു, ധനുഷിനെ വിളിച്ചില്ല. അപ്പോഴും ധനുഷിന് ഒരു വിഷമം തോന്നി, എന്തുകൊണ്ട് നയൻതാര എന്നെ വിളിച്ചില്ല, മാനേജറെ വിളിച്ചു. അപ്പോൾ ധനുഷ് പറഞ്ഞു, വേണ്ട, കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് ധനുഷ് മാനേജറോട് പറഞ്ഞു. ഒടുവിൽ മാനേജർ പറഞ്ഞ് സമ്മതിപ്പിച്ചു നയൻതാരയ്ക്ക്, എന്നാൽ കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തോ എന്ന് ധനുഷ് യെസ് അടിച്ചപ്പോൾ നയൻതാര അടുത്ത ഡിമാൻഡ്, നയൻതാരയ്ക്ക് ധനുഷിൻ്റെ ഓഫീസിലോട്ടൊന്നും വരാൻ വയ്യ, മാനേജർ വേണമെങ്കിൽ നയൻതാരയുടെ ഓഫീസിലേക്ക് പോയി കൊണ്ടുകൊടുക്കുക. അപ്പോൾ ധനുഷ് ഇടങ്കോലിട്ടു. അവരുടെ ആവശ്യം നയൻതാരയുടേത്. നയൻതാര ചോദിച്ചു, വിഷ്വൽ കൊടുക്കാമെന്ന് സമ്മതിച്ചു. അവർക്ക് അവരുടെ ഒരു പ്രതിനിധിയെങ്കിലും ഞങ്ങളുടെ ഓഫീസിലേക്ക് അയച്ച് ആ വിഷ്വൽ കൊണ്ടുപോയിക്കൂടെ? അതുപോലും ചെയ്തില്ല. അതുപോലും ചെയ്യാതെ മാനേജറെ അങ്ങോട്ട് വിളിപ്പിച്ചു. അപ്പോൾ ധനുഷ് പറഞ്ഞു, പോണ്ട, അതിൻ്റെ ആവശ്യമില്ല, ആവശ്യം അവരുടേതല്ലേ, അവർ വരികയാണെങ്കിൽ നോക്കാം. അപ്പോഴാണ് നയൻതാര ദൃശ്യങ്ങൾ മോഷ്ടിച്ച് അവരുടെ ഡോക്യുമെൻ്ററിയിൽ ബിയോണ്ട് ദി ഫയറി ടൈൽ എന്ന് പറയുന്ന അവരുടെ വിവാഹ ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായും ധനുഷിന് ദേഷ്യം വരില്ലേ? അങ്ങനെയാണ് ധനുഷ് വക്കീൽ നോട്ടീസ് അയക്കുന്നത്. വക്കീൽ നോട്ടീസിന് മറുപടിയില്ല. അതിനു പകരം നയൻതാര എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടു. ധനുഷ് ക്രൂരനാണ്, മുഖം പുറം വേദിയിൽ കാണുന്നത് പോലെയല്ല, ധനുഷ് അതീവ ആളുകളോട് മോശമായി പെരുമാറുന്ന വ്യക്തിയാണ്, വ്യക്തിഹത്യ. അങ്ങനെ ധനുഷിനെ വ്യക്തിഹത്യ ചെയ്തു. തമിഴ് സിനിമാ ലോകം തന്നെ 2 പക്ഷത്തും ആയി നിൽക്കുന്ന അവസ്ഥ. ധനുഷാണ് ശരിയെന്ന് ഭൂരിഭാഗം ആളുകളും പറയുന്നു. നയൻതാരയുടെ അഹങ്കാരമാണ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നതെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ഈ മോഷ്ടിച്ച വിഷ്വൽ ഉൾപ്പെടുന്ന ഡോക്യുമെൻ്ററി നയൻതാര നെറ്റ്ഫ്ലിക്സിന് വിറ്റത് 25 കോടി രൂപയ്ക്കാണ്. ആലോചിച്ച് നോക്കുക, 1-2 രൂപയ്ക്കല്ല, 25 കോടി രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. അപ്പോഴാണ് ധനുഷിൻ്റെ 10 കോടി എന്ന ആവശ്യം വളരെ കറക്റ്റ് ചോദ്യമായി നിലനിൽക്കുന്നത്. താൻ കൊടുക്കാമെന്ന് പറഞ്ഞ ദൃശ്യങ്ങൾ വന്ന് വാങ്ങാൻ പോലും സന്മനസ് കാണിക്കാത്ത ഒരു നടി, അവർ അത് മോഷ്ടിച്ചുപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും നിർമ്മാതാവെന്ന നിലയിൽ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കണ്ടേ? വക്കീൽ നോട്ടീസിന് മറുപടി ലഭിക്കാതെ വരുമ്പോൾ കോടതിയെ സമീപിക്കണ്ടേ? അങ്ങനെയാണ് നയൻതാരയ്ക്കെതിരെ ധനുഷ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നയൻതാര ശരിക്കും പറഞ്ഞാൽ അവർ ലേഡി സൂപ്പർ സ്റ്റാറാണ്, പക്ഷേ ഒട്ടും മാന്യതയോടുകൂടിയല്ല ധനുഷിനോട് പെരുമാറിയതെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അന്തൻ എന്ന യൂട്യൂബർ പങ്കുവച്ചിരിക്കുന്നത്.